ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്ന നമുക്ക് ചിലർക്കല്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും സോങ്സ് ഇഷ്ടമല്ലേ. അപ്പം നിങ്ങളുടെ അടുത്ത് ലിറിക്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി എന്ത് ചെയ്യാം, സോങ്സ് ഉണ്ടാക്കാം. ഇനി അതിനും നിങ്ങൾക്ക് ലിറിക്സ് കിട്ടിയില്ലെങ്കിൽ അതിനും നമുക്ക് വഴിയുണ്ട്. അതെങ്ങനെയാണെന്നുള്ള ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു 2-3 സോങ്സ് മോളിൽ പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് കേട്ട് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, അപ്പം നിങ്ങൾ കേട്ടിട്ട് പോവാം. മിഴികളിൽ സ്വപ്നങ്ങൾ തീർത്തു നീ വന്നെന്നു തോന്നി, മഴത്തുള്ളി പോലെ ഹൃദയം തൊട്ടു നീ മങ്ങിയോ. പൂവിതളിൽ മൗനം പെയ്തു, നിന്റെ പേരിൽ ഞാൻ വിളിച്ചു, നിശബ്ദം പോലും പാടിയൊരു സംഗീതം. നീ വന്നാൽ യോഗം ചിരിക്കും, മിഴികളിൽ ചന്ദ്രൻ തെളിയും, ഹൃദയം പറയാതെ പറഞ്ഞു പോകും നീ എന്റെ ആയെന്ന്. നീ വന്നാൽ യോഗം ചിരിക്കും, മിഴികളിൽ ചന്ദ്രൻ തെളിയും, ഹൃദയം പറയാതെ പറഞ്ഞു പോകും നീ എന്റെ ആയെന്ന്. മഴവില്ലായി നീ വന്നു, മിഴികളിൽ നിറയുന്നൊരു രാഗമാ. കാറ്റിനോടൊപ്പമെന്നിൽ നീ പാടിയൊരു പ്രണയഗീതമാ. നീ എന്റെ സ്വപ്നം, നീ എന്റെ പ്രണയം. നീ എന്റെ സ്വപ്നം, നീ എന്റെ പ്രണയം. നിന്റെ സ്പർശത്തിൽ ജീവനം പുനർജനിച്ചു. നിന്റെ ചിരിയിൽ പൂത്തു നിൽക്കുന്നു എന്റെ ഹൃദയത്തിൻ പൂന്തോട്ടം. നീ എന്റെ സ്വപ്നം, നീ എന്റെ പ്രണയം. നീ എന്റെ സ്വപ്നം, നീ എന്റെ പ്രണയം. മിഴികളിൽ സ്വപ്നങ്ങൾ തീർത്തു നീ വന്നെന്നു തോന്നി, മഴത്തുള്ളി പോലെ ഹൃദയം തൊട്ടു നീ മങ്ങിയോ. പൂവിതളിൽ മൗനം പെയ്തു, നിന്റെ പേരിൽ ഞാൻ വിളിച്ചു, നിശബ്ദം പോലും പാടിയൊരു സംഗീതം. നീ വന്നാൽ ലോകം ചിരിക്കും, മിഴികളിൽ ചന്ദ്രൻ തെളിയും, ഹൃദയം പറയാതെ പറഞ്ഞു പോകും നീ എന്റെ. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ പറയുന്നത് ഈ പാട്ടുകൾ എങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് ലിറിക്സ് എഴുതാനോ ബാക്കി ഒരു കാര്യവും അറിയത്തില്ല. പക്ഷേ ഞാൻ ഈ അടിപൊളി സോങ് ഉണ്ടാക്കി അതെങ്ങനെയാണെന്നാണ്. അപ്പോൾ ഇത് ആണ്. അപ്പോൾ വെച്ചിട്ടാണ് ഞാൻ ഈ സോങ് മൊത്തം ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഒട്ടും ടൈം കളയണ്ട. അപ്പം ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ റൊമാൻറ്റിക് മലയാളം സോങ് ലിറിക്സ് ഫോർ ടീനേജ് ഗേൾ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്ത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ നമ്മുടെ ChatGPT ഇല്ലേ അവിടെ പോയി. ChatGPT പോയിട്ട് ഞാൻ താഴെ ആസ്ക് എനിത്തിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ. ഞാൻ അറിയാലോ നിങ്ങൾക്ക്, ന്യൂ ചാറ്റ് എന്ന് എടുത്തേക്കാം. ഓക്കെ, ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ അടുത്ത് ഇൻ്റർഫേസ് വരുന്നത്. ChatGPT അവിടെ ആസ്ക് എനിത്തിങ് ഞാൻ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാനിത് പ്രൊസീഡ് കൊടുത്തപ്പോൾ എനിക്ക് ഇതേ വരുന്നു, നല്ല അടിപൊളി സോങ്. ഓക്കെ, സോങ്ങിൽ ലിറിക്സ് എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിറിക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്ന അറിയും, ഈ ലിറിക്സ് ഞാൻ സിമ്പിളായിട്ട് അങ്ങ് കോപ്പി ചെയ്യും. ഓക്കെ, ഞാൻ കുറച്ച് കോപ്പി ചെയ്തുള്ളൂ. ഞാൻ
നേരത്തെ ചെയ്തു നോക്കിയതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഗൂഗിൾ വേണം ആൻഡ് സുനോ എ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, അവിടെ കയറുക. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഇൻ്റർഫേസ് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഹോമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ വരും കേട്ടോ. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി തന്നെ അത് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലോഗിൻ ചെയ്ത് വെച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ കിട്ടും. ഓക്കെ, അപ്പം ഈ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ലെഫ്റ്റ് സൈഡ് കണ്ടോ, നിങ്ങൾക്ക് ക്രിയേറ്റ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലോഗിൻ ചോദിക്കും. ഓക്കെ, അപ്പം നിങ്ങളൊരു മെയിൽ അഡ്രസ് വെച്ച് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ഒരു എന്ത് ചെയ്യുക, നിങ്ങളൊരു മെയിൽ അഡ്രസ് വെച്ച് ലോഗിൻ ചെയ്ത് നിങ്ങൾ കയറുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ആദ്യം ഇങ്ങനെ സിമ്പിൾ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ആയിരിക്കും കിടക്കുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഞാൻ കസ്റ്റം കൊടുത്തു. ഓക്കെ, നിങ്ങളും കസ്റ്റം കൊടുക്കും. എന്നിട്ട് എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ ലിറിക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് അടിച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ലിറിക്സ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഓൾറെഡി നമ്മൾ ലിറിക്സ് പേസ്റ്റ് ചെയ്തു. ഇനി നമ്മുടെ മ്യൂസിക് ഡെവലപ്പായിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ സ്റ്റൈൽ ഉണ്ടോ. അപ്പോൾ ഞാൻ ഇന്ത്യൻ ഇലക്ട്രിക്കൽ, പവർഫുൾ, ഹൈ ഫിഡിലിറ്റി, പിയാനോ, അക്കോസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ കുറേ എന്തുണ്ട്, സ്റ്റൈൽസ് ഉണ്ട്. ഏത് സ്റ്റൈലിനാണ് നമുക്ക് ഈ പാട്ട് വരണ്ടേ എന്നാണ് നമുക്ക് വരേണ്ടത്. 90s എപ്പിക്കോറോ അങ്ങനെ പറഞ്ഞ് എന്ത് സ്റ്റൈൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. മെലഡീസോ എന്തോ നമുക്ക് മെലഡിയും കൂടെ കൊടുത്തു നോക്കാം, എന്താ വരുന്നത് നോക്കാം. അപ്പം ഇത്രയും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും അറിയണ്ട. നമുക്ക് ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണം, വോക്കൽ ജെൻഡറോ ഏതെങ്കിലും, നമുക്ക് മെയില് ഫീമെയിൽ, അപ്പം ഞാൻ രണ്ടും കൊടുത്തിട്ടുണ്ട്. അത് എത്രയൊക്കെ രീതിയിലാണ്. പിന്നെ സോങ്ങിൻ്റെ ടൈറ്റിൽ വേണമെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. എന്നിട്ട് എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി തന്നെ ചെയ്തേക്കുന്ന പാട്ടാട്ടോ ഇത്. ഞാൻ നേരത്തെ ഒന്ന് ട്രൈ അടിച്ച് നോക്കിയാൽ അതായത് ഈ സോങ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തു. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് 2-3 സ്റ്റൈൽസ്, 2-3 1 2 3 4 5 6 7 8 9 10 സ്റ്റൈൽ നമുക്ക് മ്യൂസിക് നമുക്ക് തന്നെ ഉണ്ടാക്കി കിട്ടും. കാരണം എന്താണെന്നറിയോ, ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് മ്യൂസിക് ഉണ്ടാക്കി കിട്ടും. അപ്പം നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കിയിട്ട് അതിൻ്റെ സ്റ്റൈല് മാറ്റി പിന്നെ അങ്ങനെ അപ്ലൈ ചെയ്താൽ പോരെ, അല്ലേ? അപ്പം നിങ്ങളും നാളെ ഒരു മ്യൂസിക് ഡയറക്ടറായി മാറും. നിങ്ങൾ നോക്കാം, നമുക്ക് ആവുമെന്ന് നോക്കാം. മിഴികളിൽ സ്വപ്നങ്ങൾ തീർത്തു നീ വന്നെന്നു തോന്നി, മഴത്തുള്ളി പോലെ ഹൃദയം തൊട്ടു നീ മങ്ങിയോ, പൂവിതളിൽ മൗനം പെയ്തു. മിഴികളിൽ സ്വപ്നങ്ങൾ തീർത്തു നീ വന്നെന്നു തോന്നി, മഴത്തുള്ളി പോലെ ഹൃദയം തൊട്ടു നീ മങ്ങിയോ, പൂവിതളിൽ മൗനം മിഴികളിൽ സ്വപ്നങ്ങൾ തീർത്തു നീ വന്നെന്നു തോന്നി, മഴത്തുള്ളി പോലെ ഹൃദയം തൊട്ടു നീ മങ്ങിയോ, പൂവിതളിൽ മൗനം പെയ്തു നിന്റെ പേരിൽ ഞാൻ വിളിച്ചു, നിശബ്ദം പോലും പാടിയൊരു സംഗീതം. നീ വന്നാൽ യോഗം ചിരിക്കും മിഴികളിൽ മിഴികളിൽ സ്വപ്നങ്ങൾ തീർത്തു നീ വന്നെന്നു തോന്നി, മഴത്തുള്ളി പോലെ ഹൃദയം തൊട്ടു നീ മങ്ങിയോ. മഴവില്ലായി നീ വന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞല്ലേ? അപ്പം എങ്ങനെയുണ്ട്? ഞാൻ സ്വന്തമായി, ഞാനല്ല കേട്ടോ, ChatGPT തന്നിരിക്കുന്ന ലിറിക്സ് വെച്ച് ഞാൻ നല്ല അടിപൊളി ഒരു മ്യൂസിക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു
ഇൻസ്ട്രുമെന്റ് ഒരാവശ്യമില്ല. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ നിങ്ങൾ ലിറിക്സ് ഒക്കെ എഴുതുന്നവരാണെങ്കിൽ ഇതേപോലെ നമുക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന പാട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് നോക്കാം. അപ്പം മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിന് മറക്കാതെ ഒന്ന് സജസ്റ്റും ചെയ്യാം. ഓക്കെ, ഇത് ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല. ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും അടിപൊളിയുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഞാൻ ചെയ്തിരിക്കുന്ന പാട്ടുകളെല്ലാം ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ലിങ്കിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഇതിൽ പ്ലേ ചെയ്തേക്കാം. അപ്പം നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പറയുക. അപ്പം ഇതേപോലുള്ള അടിപൊളി വീഡിയോസ് ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ്, തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന ഇതേപോലുള്ള അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നതിന് വരെ ഓക്കെ, ബൈ, താങ്ക്സ്.